പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കണം. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചാ എന്താ എന്നോട് പറയാനുണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. ബാപ്പ എല്ലാം സമ്മതിച്ചേക്കണ കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ, ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജാ. നിങ്ങളൊരു കാര്യം ചെയ്യും, അനിതേനെ പറയല്ലേ അതൊക്കെ മാമന് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തോണ്ടല്ല മാമ. ഇനിയിപ്പോ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയും. കേട്ടി? ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ല. ശരിയോ? അല്ലേ നീ ഇന്ന് റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ല. ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. നമുക്ക് പറ്റൂടോ? ആയില്ലേ? ഇങ്ങോട്ടോക്ക്. നീ ഇപ്പോൾ ഒരക്കെ എന്നെ തീർത്താലും ഞാൻ വരും. അബു കാര്യമൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മക്കാരെയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ സെലീനും പോവാണ്. ഇജ്ജ് കലീലിനോട് ബാക്കിയൊക്കെ പെരേപ്പി പറയാ. പോകണ്ടല്ലേ? പോകണ്ട. ഞാൻ വാപ്പാനോട് പറയാം. എല്ലാം ശരിയോ? ചെല്ല്. നീ പോ.
അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ഇനി നിൻ്റെ പരിപാടി എന്താണ്? നേരെ തന്നെ ചന്ദ്രനെ വിളിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ ചെയ്യും. ശരി. വേണ്ട സർ, ഞാൻ വീട്ടിലേക്ക് പോകണില്ല. വീട്ടിലേക്ക് പോകുന്നില്ലേ? പിന്നെ അങ്ങോട്ട് പോകാനാ? ഞാൻ റെസ്ക്യൂ ഹോമിലേക്ക് പൊയ്ക്കോളാം. നീ എവിടെ പോകണം പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, പോലീസാണ്, നീയല്ല. നീ റെസ്ക്യൂ ഹോമിലേക്ക് പോകുന്നില്ല. എടോ താൻ ചന്ദ്രനെ വിളിക്ക്, ഇവിടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. അവിടെ ഇരിക്കും. ഹലോ ഇർഫാൻ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ. ഇവരെന്നെ വീട്ടിലേക്ക് കൊണ്ട് വല്ല പരിപാടിയാ. വേണ്ട വേണ്ട വേണ്ട, വീട്ടിലേക്ക് പോകണ്ട. നിനക്ക് ആ പോലീസുകാരങ്ങനെ പലതും പറയും. ഞാനിപ്പോൾ വരാം. ടെൻഷൻ ആവണ്ട. ഞങ്ങളുടെ വണ്ടി ഇരിക്കണം. വണ്ടി ഇരിക്കുന്നു. അങ്ങോട്ട് അവളെ പെരയെ കൊണ്ടുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അവളോളെ പെരക്കല്ലോടെ പോണ്ട്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു. ആ തീരുമാനം വലുത് മാറും. എൻ്റെ പ്രാന്തത്ത് പിടിക്കലാണോ നമ്മളെ പണി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോ? വണ്ടി നിർത്തിക്കാ. ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. അല്ലേ ഫോൺ പിടി. ഫോൺ കഴിക്കാം. എടുത്തോ. അത് നടക്കില്ല സാറേ. അവളുടെ പേര് പറഞ്ഞ് ഇനി അവനെ വിളിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളിവിടെ നിൽക്കുന്നത് നമുക്കും തലവേനയാ. അവളെ റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോകാൻ പറ.